വാ അഖിൽ, പബ്ബിൽ പോയി പാർട്ടി ചെയ്യാം. അതിന് പണം ഞാൻ തരാലോ. എന്താ ഏട്ടത്തി പറയുന്നേ? നിങ്ങൾ പബ്ബിൽ പോയി പാർട്ടി നടത്തണമെങ്കിൽ അതിന് കാശ് വേണ്ടേ കാർത്തിക? അത് ഞാൻ തരാന്നാ പറഞ്ഞത്. ഏത് പബ്ബ്, ഏത് പാർട്ടി ഏട്ടത്തി? ഇപ്പൊ തന്നെ അഭിയേട്ടൻ അറസ്റ്റായി ജയിലിലിരിക്കുമ്പോ അഖിലിന്റെ ഫോണ് നിങ്ങൾ എന്തിനാ എടുത്തേ? നിന്റെ ഭർത്താവിന്റെ ഫോണിലേക്ക് ആ MLA വിളിച്ചിരുന്നു. അതെല്ലാം ഈ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട്. മര്യാദയ്ക്ക് സത്യം സമ്മതിച്ചോ? ഭക്ഷണത്തിൽ ഡ്രഗ്സ് കലർത്തിയതാരാ? ഞങ്ങൾക്ക് അറിയില്ല ഏടത്തി. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അറിയില്ലെന്നല്ലേ പറഞ്ഞത്? അഭിയേട്ടനാണ് കലർത്തിയതെന്ന് ടിവിയിൽ കണ്ടതല്ലേ? തെറ്റ് നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ പറയുന്നോ? എന്താ ഇത്? വസുന്ദന കാർത്തിക അടിക്കുന്നത്? വീണ്ടും വീണ്ടും എന്തിനാ ഏടത്തി ഇവിടെ അടിക്കുന്നേ? ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കുന്ന എന്താടി, അവള് നിന്നെ വന്ന് അടിച്ചിട്ട് പോയത് കണ്ടില്ലേ? വാ വാ, ചെന്ന് അമ്മായിയോടും അമ്മാവനോടും പറയാം. അതിന്റെ ആവശ്യമില്ല. എന്താ ആവശ്യമില്ലെന്ന് പറയുന്നത്? ആ വസു ആരോടോ ഉള്ള ദേഷ്യം നിന്നോട് കാണിച്ച എങ്ങനെയാ? നിങ്ങൾ ആ MLA ആയിട്ട് കൂട്ടുചേർന്നിട്ടുണ്ടെന്ന് അവളുടെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? വാ, ചെന്ന് പ്രശ്നം ഉണ്ടാക്കാം. വാ. ഇളയമേ, വേണ്ട. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നേ? നമ്മൾ നല്ലവരാകുമ്പോ നമ്മളോട് നന്നായിട്ട് പെരുമാറേണ്ടതിന് പകരം ഇങ്ങനെ അടിക്കാമോ? വന്നേ. ഒരുപാട് ആൾക്കാരെ സ്റ്റേഷനിലകത്തേക്ക് കയറ്റില്ല ചേച്ചി. അതുമാത്രമല്ല, ഭാസ്കരേട്ടനും അച്ഛനെ പോലെ വളരെ സെൻസിറ്റീവാ.
നിക്ക്. ഇളയമ്മേ, ഇളയമ്മേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക, പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നത് കേക്ക്, വിട്ടേക്ക്. അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. ന്യായം ന്യായമായിരിക്കണം, ധർമ്മം ധർമ്മവും. വേണ്ട ആന്റി. സുമംഗലേ, എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ ഏട്ടൻ തന്നെ പറ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്താ നടന്നത് ഏട്ടത്തി? നമ്മളുടെ വീട്, ഫാക്ടറി, ഓഫീസ്, ഈ കണ്ട സ്വത്ത് ഗവൺമെന്റ് പൂട്ട് വെച്ച് സീൽ ചെയ്തു. അത് ഞാൻ സമ്മതിക്കുന്നു. മാത്രമല്ല നമുക്ക് ഈ വീട്ടിൽ അഭയം കിട്ടിയിരിക്കുക, അതും ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ ഇളയമ്മയുടെ പ്രശ്നം എന്താ? വസു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോവാ. സ്റ്റേഷനിലോ പഞ്ചായത്തിലോ എവിടെയാവട്ടെ, ആദ്യം ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ നോക്ക്. ഇവിടെ അങ്ങനെ എന്ത് പ്രശ്നം ഇളയമ്മേ? ചെയ്യാത്ത തെറ്റിനാ അഭി സ്റ്റേഷനിലേക്ക് പോയത്. നാളെ കോടതിയിലോ അതിനുശേഷം ജയിലിലോ ചിലപ്പോ പോയെന്ന് വരും. അതെന്താണെന്നൊന്ന് പറഞ്ഞു തോലയ്ക്ക് സുമംഗലേ. ഏട്ടനൊന്നും മിണ്ടാതിരിക്കെ. ഞാൻ മുഴുവൻ പറഞ്ഞു തീരുന്നത് വരെ ഇടേ കയറി സംസാരിക്കരുത്. ഒന്ന് മിണ്ടാതിരിക്കിളയമ്മേ. പ്ലീസ് ആന്റി, വിട്ടേക്ക് പ്ലീസ്. എന്താന്ന് വേഗം പറയളേമ്മേ. ലോയർ സാറ് പുറത്ത് വെയിറ്റ് ചെയ്യാം. നിന്നെ കുറിച്ചാ ഞാനിപ്പോ പറയാൻ പോകുന്ന വസു. അഭി സ്റ്റേഷനിലേക്ക് പോയത് കൊണ്ട് എല്ലാവരും വിഷമത്തില. അതുപോലെ തന്നെ നിനക്കും വിഷമുണ്ടെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞ് നീ കാർത്തികയെ എങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? കാർത്തികയുടെ ചെകിട്ടത്ത് അങ്ങനെ അടിക്കാമോ? എന്തൊക്കെയായിരുന്നാലും ഇവരിവിടെ താമസിക്കുന്നതല്ലേ? അവൾ ഒരു പെണ്ണല്ലേ, നിന്റെ സഹോദരിയെ പോലെയല്ലേ, നിന്റെ അനിയത്തിയെ പോലെയല്ലേ? അവളുടെ ചെകിട്ടത്തടിക്കാൻ നിനക്ക് അവസ്ഥ മനസ്സിലാക്ക്. എന്തിനാടി നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നേ? നിങ്ങൾ അടിമകളൊന്നും അല്ലല്ലോ. മാത്രമല്ല നിങ്ങൾ ഭിക്ഷ എടുക്കുന്നവരും അല്ല. എന്തോ നമ്മുടെ കഷ്ടകാലം കൊണ്ടാ നമ്മൾ ഇവിടെ താമസിക്കുന്നേ. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ആ ബംഗ്ലാവിലല്ലായിരുന്നോ താമസിക്കൂ? അടി വാങ്ങിയ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുമ്പോ ആന്റി അതിന് ആവശ്യമില്ലാതെ വോയിസ് റേസ് ചെയ്യുന്നേ. ഒച്ച ഉണ്ടാക്കണം. നമുക്ക് നീതി കിട്ടുന്നത് വരെ പോരാടണം. അവര് നന്നായിട്ട് ഓവർ ആക്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ആന്റി, ഞങ്ങള് വെറുതെ വിട്ടേക്ക്. ഇവിടെ ഒരു പ്രശ്നമല്ല. അത് സാധ്യമല്ല. പറ വസു, കാർത്തിക എന്തിനാ അടിച്ചെന്ന് വേഗം പറ. എന്താ നടന്നത് വസു? എന്തിനു വേണ്ടിയാ നീ കാർത്തികയെ അടിച്ചത്?
അവളുടെ കവളത്ത് നീ ആഞ്ഞടിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും തക്കതായ ഒരു കാരണമുണ്ടാകും. എന്താ മോളെ സംഭവിച്ചത്? പറയൂ വസു, എന്തിനാ നീ സ്വയം കുറ്റം ഏറ്റെടുക്കുന്നേ? ഓൾറെഡി അബി വലിയ കുറ്റമാണ് സ്വയം ചുമന്നിരിക്കുന്നത് അമ്മേ. ഞാൻ പറയും. അഖിൽ, ഇത് നിന്റെ ഫോണല്ലേ? ആ, ഏടത്തി അതെന്റെ ഫോണ് അത് നിന്റെ ഫോണല്ലേ കൊച്ചുമോനെ? നീ എന്തിനാ പേടിക്കുന്നേ? അത് വാങ്ങ്. ഇനി ഇവളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വാങ്ങ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ ഒരു ഫാമിലി. നമ്മുടെ കോമൺ വില്ലൻ നിന്റെ ചേട്ടൻ അഭിറാം. എന്തൊക്കെയായാലും അഖിലേ, നിന്റെ ചേട്ടനോട് നല്ല പ്രതികാരമായി ചെയ്തിരിക്കുന്നത്. നിന്റെ ചേട്ടന് കുറഞ്ഞ പക്ഷം 7 വർഷമെങ്കിലും ജയിൽ ശിക്ഷ കിട്ടും. അങ്ങനെയാണ് കിട്ടേണ്ടത്. എന്തു പറയുന്നു അഖിൽ? കാർത്തിക ഉള്ളത് കൊണ്ട് എല്ലാം ഭംഗിയായി. നിന്റെ മനസ്സ് അഭിറാമിന്റെ ഭാഗത്തേക്ക് മാറാതെ ബ്രെയിൻ വാഷ് ചെയ്ത് പ്ലാൻ വളരെ സക്സസ്ഫുൾ ആക്കി. ഇന്നലെ ഭക്ഷണത്തിൽ ഡ്രഗ്സ് കലർത്താൻ പറഞ്ഞത് ആ MLA ആയിരുന്നു അച്ഛാ. അയാൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് അഖിലും കാർത്തികയുമാണ്. ഇവരാന്ന് വിചാരിച്ച് ആ MLA എല്ലാം എന്നോടാ പറഞ്ഞത്. എന്തോ ഭാഗ്യത്തിന് ആ കോൾ ഞാൻ റെക്കോർഡ് ചെയ്തു. പാവമെന്ന് വിചാരിച്ച് നിങ്ങളോട് സഹതപിച്ച് ഈ വീട്ടിൽ അഭയം തന്നപ്പോ ഉണ്ട ചോറിന് നന്ദികേട് കാണിക്കുകയാണോ? നീയൊക്കെ മനുഷ്യ ജന്മമേ അല്ല. എന്തിനാടാ മനുഷ്യനെന്ന് പറഞ്ഞ് ജീവിക്കുന്നേ? വീട്ടിൽ താമസിപ്പിച്ച് 3 നേരം ആഹാരം തരുന്നില്ലേടാ? അങ്ങനെയുള്ളവനോട് എങ്ങനെയാടാ ദ്രോഹം ചെയ്യാൻ തോന്നിയേ? അതെ ഏട്ടാ, ആ MLA പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവരെല്ലാം കൊല്ലുമെന്ന് പറഞ്ഞപ്പോ അയാളെ പേടിച്ച് ഞങ്ങൾ ചെയ്തു പോയതാ അച്ഛാ. അതുകൊണ്ടാ ഈ കാര്യം നിങ്ങൾ ആരോടും പറയാൻ പറ്റാതെ, MLA വാക്ക് എതിർക്കാൻ പറ്റാതെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഞങ്ങളോട് ക്ഷമിക്കണം. ഇതായിട്ടാ കാര്യം. ഈ കാര്യം നിങ്ങൾ അറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആ മഹാഭാവി ഇവിടെ ഇനി എന്തൊക്കെ കാണിക്കുമെന്ന് കണ്ടറിയാം. അവസാനം നിങ്ങളെയും ഭീഷണിപ്പെടുത്തിയല്ലേ? അതുകൊണ്ടാ ഇങ്ങനെയുള്ള ആളുകളോട് കൂട്ടുകൂടരുതെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞത്. കേൾക്കാതെ ഇവിടെ വരെ എത്തിച്ചു. ആ MLA ഒരു അവസരവാദി എന്ന് മനസ്സിലാക്കി ഞാൻ അയാളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. ഇനി അയാളുമായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട. നീയും ഏട്ടനെ പോലെ ആ MLAയിൽ നിന്ന് അകന്നു നിൽക്കാൻ നോക്കകിൽ.
അതേടാ, മോശപ്പെട്ടവരോടുള്ള കൂട്ടുകെട്ട് നമുക്ക് നല്ലതിനല്ല. അച്ഛാ, ഞാൻ സ്റ്റേഷനിലേക്ക് പോയിട്ട് നിങ്ങളെ കരുതിയ ഞാൻ അവിടെ ഇപ്പൊ ഇത്രയും നാടകം കളിച്ചത്. എന്തിനാ ഇളയമേ? വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും പോയി ഓവർ ആക്ട് ചെയ്തിരിക്കുന്നു. ഭാഗ്യത്തിന് ഞാൻ എങ്ങനെയെങ്കിലും കവർ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും കൂടി ഞങ്ങളെ കൊന്നു കളഞ്ഞേനെ. ആ, ആ, അങ്ങനെ മാനേജ് ചെയ്യേണ്ട ഐഡിയ പറഞ്ഞത് ഞാനല്ലേ? നിങ്ങളുടെ അച്ഛൻ ശരിക്കും അത് വിശ്വസിച്ചിരിക്കുക. അച്ഛൻ വിശ്വസിച്ചാലും ഏടത്തി വിശ്വസിച്ചു എനിക്ക് തോന്നുന്നില്ല. എന്തോ ഡൗട്ട് ഉണ്ട്, അവരെ കാണുമ്പോ തന്നെ അറിയാം. അത്ര എളുപ്പത്തിൽ വസുവായിട്ടത്തെ നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുന്നേ? ഉറപ്പായിട്ടും ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തും. ഞാൻ ആ അമേരിക്കയിലൊക്കെ പോയി ഒരു സായിപ്പിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാന്നാ കരുതിയെ. അതുകൊണ്ടാ അബിയോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഇന്ന് അബേട്ടന് ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. വസുവെടുത്തേയും അഡ്വക്കേറ്റിനെയും കൂട്ടി പോയിരിക്കല്ലേ. എന്തൊക്കെയായാലും അവർ ജാമ്യം എടുത്തിട്ടേ വരൂ. അബിയേട്ടന് ജാമ്യം കിട്ടാൻ പാടില്ല അഖിൽ. ജാമ്യം കിട്ടിയ അബിയേട്ടൻ ഒപ്പിടില്ല. എന്തെങ്കിലും ചെയ്ത് അബിയേട്ടന് ജാമ്യം കിട്ടാതെ നോക്കണം. വാ, വേഗം നടക്കാം. അയ്യോ, ഇവരാള് മോശക്കാരല്ല. വില്ലൻസത്തിൽ എന്നെ മറികടക്കും. ന്യൂസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. അതാ MLA സാർ എത്തിക്കഴിഞ്ഞു. MLA സാർ, നിങ്ങളുടെ മണ്ഡലത്തിൽ നടന്നിരിക്കുന്ന ഈ ഡ്രഗ് കേസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ വേദനയുള്ള ഒരു കാര്യമാ. കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡ്രഗ്സ് കലർത്തിയത് ഭയങ്കര ക്രൂരതയാ. പണത്തിനു വേണ്ടി അഭിറാം ഇങ്ങനെ ഒരു തരംതാണ പ്രവൃത്തി ചെയ്തതിൽ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. ചെയ്തത് ഇയാള്, എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? അഭിരാമിന് ശിക്ഷ ലഭിക്കുമോ സർ? ഉറപ്പായും. തുളസി ചെടികൾക്കിടയിലെ കഞ്ചാവ് ചെടി പോലെ അഭിറാം. എന്റെ മണ്ഡലത്തിൽ നിന്ന് അവനെ ഉടൻ തന്നെ പുറത്താക്കും ഞാൻ. ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനായ എന്റെ കർത്തവ്യമാണത്. അയ്യോടാ, ജനങ്ങളുടെ ആരോഗ്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഇവര് മീഡിയക്കാരാടോ, ജനങ്ങളല്ല. ഇങ്ങനെ ജയ് വിളിക്കാനായിട്ട് ഒരാവേശത്തിൽ വിളിച്ചതാ. സോറി സാർ. അതാ കുറ്റവാളിയുടെ ഭാര്യയും ലോയറും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താവ് അറസ്റ്റിലായതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അറസ്റ്റായ എല്ലാവരും കുറ്റവാളികളാകണമെന്നില്ല. ഫുഡിൽ ഡ്രഗ്സ് കലർത്തിയിട്ടുണ്ടെന്ന് ലാബ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല ചോദ്യമാ, അങ്ങോട്ട് ഉത്തരം പറഞ്ഞു കൊടുക്ക്. ഞങ്ങളുടെ ഭക്ഷണത്തിൽ എങ്ങനെ ഡ്രഗ്സ് കലർന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. ആ, ഡ്രഗ്സ് കലർത്തിയതേ നിങ്ങളല്ലേ, എന്നിട്ട് അറിയില്ലെന്നോ? ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയപ്പോ നിങ്ങളവിടെ ഇല്ലല്ലോ. എന്റെ ഭർത്താവാണ് ഡ്രഗ്സ് കലർത്തിയെന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. ശരിക്കും ആ ഭക്ഷണത്തിൽ ഡ്രഗ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് വിരോധമുള്ളവരും ഞങ്ങളോട് അസൂയുള്ളവരുമായിരിക്കും ആ ഡ്രഗ്സ് കലർത്തിയിരിക്കുന്നത്. എന്തായാലും എന്റെ ഭർത്താവ് അത് ചെയ്യില്ല. നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളായിരിക്കുമോ എന്തോ. എന്റെ ഭർത്താവ് ഞാൻ മാത്രമല്ല, എന്റെ കുടുംബത്തിലെ ആരും ഡ്രഗ്സ് കലർത്തിയതായിട്ട് സാക്ഷികളില്ല. സാക്ഷികളുണ്ടെങ്കിൽ അത് കാണിക്കൂ. നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം മാഡം, പക്ഷേ നിങ്ങളുടെ ഭർത്താവ് കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കണ്ടേ? ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. ഡ്രഗ്സ് കലർത്തിയത് ആരാന്നുള്ള ആ സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും. തൽക്കാലം അതുവരെയും എന്റെ ഭർത്താവിനെ കുറ്റവാളിയായി കാണുകയും കാണിക്കുകയും ചെയ്യരുത്. എന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം കളയരുത്. തീർച്ചയായും മാഡം, കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അതുവരെ യാതൊരു ഗോസിപ്സും ഉണ്ടാവില്ല. ഇത് ഞങ്ങൾ മീഡിയ തരുന്ന വാക്കാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാഡം. ലോയറെയൊക്കെ കൂട്ടിക്കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യാനാ പ്ലാൻ? ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോവോ? ഞാൻ അതിന് തന്നെയാ വന്നത്. ആ, ചെല്ല്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭർത്താവ് അവിടെ വെയിറ്റ് ചെയ്യുക.
കനത്തി കിട്ടേയുള്ളൂ. ആ? അതിപ്പോ അങ്കിളിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും MLA സാറിനോട് പറയണ്ടേടി. പറയണോ അനിയ? എന്നാലല്ലേ MLA സാറ് സൂക്ഷിച്ചിരിക്കുള്ളൂ. വസ മാഡത്തിന്റെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കും. ഒന്നും മിണ്ടായിരിക്കണോ? നിന്റെ ചേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. എങ്ങനെ ജാമ്യം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞങ്ങൾ ഇവിടെ നിൽക്കാം അങ്കിൾ. ഞങ്ങൾ വന്ന കാര്യം വസുവേട്ടത്തെ അറിയണ്ട.